ഇപ്പോൾ MDSന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. ഈ പേഷ്യൻസ് ഷെഡ്യൂളിങ്ങും അത് പോസ്റ്റിങ്ങും പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? അതെൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയായിരുന്നു, ഇപ്പോൾ എൻജോയ് ചെയ്യേണ്ട ടൈമിൽ നീ ഇങ്ങനെ പഠിക്കുന്ന എന്തിനാ, പൾസ് മാക്സിമം സോൾവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എടുത്ത ആ പോർഷൻ എത്രയാണോ അത്രയും ആ ക്വസ്റ്റ്യൻസ് പൾസിന് സോൾവ് ചെയ്യാം. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ UG ടൈമിൽ തന്നെ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്തിരുന്നു എനിക്ക് എന്തായാലും PG നേടണം എന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ പഠിക്കാൻ നല്ലൊരു ടൈം എന്ന് പറയുന്നത് HS ടൈമിൽ തന്നെ. ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം പാട്ടി കാലിക്കറ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ റെഹനയാണ്. ഡോക്ടർ റെഹന ആക്ച്വലി NEET MDS 2025 ഫസ്റ്റ് ഗോൾ തന്നെ, അതായത് ഇന്റേൺഷിപ്പിന്റെ കൂടെ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 155 കരസ്ഥാക്കിയ നമ്മുടെ റാങ്ക് ഹോൾഡർ ആണ്. സോ റെഹന, വെൽക്കം ടു ദ ഷോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഹനയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ്. റെഹന ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ 2018 ബാച്ച് സ്റ്റുഡന്റ് ആണ്. സോ റെഹന, ഓവർ ടു. ഫസ്റ്റ് എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻസ് തുടങ്ങിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗവൺമെൻറ് ഡെന്റൽ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ പേഷ്യൻ്റ് ലോഡൊക്കെ ഉള്ള, എസ്പെഷ്യലി കാലിക്കറ്റ് പോലത്തെ ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്? ഒരു MDS ഫസ്റ്റ് ഗോൾ തന്നെ നേടണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ആദ്യം മുതലേ ഉണ്ടായിരുന്നു? ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ UG ടൈമിൽ തന്നെ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്തിരുന്നു എനിക്ക് എന്തായാലും PG നേടണം എന്നുള്ളത്. അതിനിടയിൽ ടീച്ചേഴ്സ് എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ഓപ്ഷൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തായാലും UG കഴിഞ്ഞ് നേരെ PGയിലേക്ക് കയറുക. വേറെ ഫ്രണ്ട്സൊക്കെ വേറെ ഓപ്ഷൻ തപ്പി പോകുമ്പോഴും എനിക്ക് ഇതിൽ തന്നെ നിൽക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. ആദ്യം UGയുടെ ജേർണി എങ്ങനെയായിരുന്നു? പ്ലസ് ടു കഴിഞ്ഞു, എല്ലാവരും MBBS പോയി. എല്ലാവരും MBBS കിട്ടാൻ വേണ്ടി പഠിച്ചു, പക്ഷെ കിട്ടിയില്ല. നേരെ ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെത്തി. ആദ്യം മുതൽ തന്നെ ആ ഒരു എന്താ പറയാ, MDS നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡെന്റൽ കോളേജിന്റെ പ്രത്യേകത അറിയാം, ഒരുപാട് പേഷ്യന്റ് ലോഡ് ഉള്ള ഒരു കോളേജാണ്. ഇന്റേൺഷിപ്പിന്റെ സമയത്തൊക്കെ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാവും. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ MDSന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് കുറെ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ പേഷ്യൻസ് ഷെഡ്യൂളിങ്ങും അത് പോസ്റ്റിങ്ങും പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പക്ഷേ ഏറ്റവും കൂടുതൽ പഠിക്കാൻ നല്ലൊരു ടൈം എന്ന് പറയുന്നത് HS ടൈമിൽ തന്നെ. അതായത് നമുക്കിപ്പോൾ 8 തൊട്ട് 2 മണി വരെ ഉള്ളൂ. അതായത് നമ്മളെ ഡെന്റൽ കോളേജിൽ, കാലിക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയും വരെ ടൈം ഉള്ളൂ, നമുക്ക് അവിടെ അത്രയും ചിലവഴിച്ചാൽ മതി. ബാക്കി ടൈം എല്ലാം നമുക്ക് ഫ്രീയാ. പിന്നെ വന്നു ഫുഡ് കഴിക്കുക, വേണമെങ്കിൽ ചെറുതായിട്ട് കിടക്കുവോ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതിന് ശേഷം വൈകുന്നേരം തൊട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കുക, ക്ലാസ് കേൾക്കുക. ക്ലാസ് ഒരു 5 to 7 ഒക്കെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ 2 hours ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിന് ശേഷം പൾസ് സോൾവ് ചെയ്യുക, ഫുഡ് കഴിച്ചിട്ട് പൾസ് സോൾവ് ചെയ്യുക. പൾസ് മാക്സിമം സോൾവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എടുത്ത ആ പോർഷൻ എത്രയാണോ അത്രയും ആ ക്വസ്റ്റ്യൻസ് പൾസിന് സോൾവ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പഠിക്കുന്ന ടൈമിലൊക്കെ. പിന്നെ എല്ലാ ക്ലാസ്സൊന്നും ഞാൻ കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ടാവും. പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്, പഠിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് അത്യാവശ്യം ബേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അറിയുന്ന ടോപ്പിക്ക് ഞാൻ സ്കിപ്പ് ചെയ്യുമായിരുന്നു ക്ലാസ്, അല്ലെങ്കിൽ 2x ഇട്ട് കണ്ടോണ്ട്. എനിക്ക് തോന്നുന്നു രഹന ബാച്ച് ടോപ്പർ എന്തോ ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ഫസ്റ്റ് ഗോൾ തന്നെ MDS നേടാനുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. നോക്കുകയാണെങ്കിൽ ഈ ഇന്റേൺഷിപ്പിന്റെ സമയത്തുള്ള MDSന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറെ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്ന, MDS ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ചെയ്യേണ്ട, 1 year ഡ്രോപ്പ് എടുത്ത് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം കുറെ കേട്ടിട്ടുണ്ടാവും. സോ അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയായിരുന്നു, ഇപ്പോൾ എൻജോയ് ചെയ്യേണ്ട ടൈമിൽ നീ ഇങ്ങനെ പഠിക്കുന്ന എന്തിനാ, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സ്റ്റാഫ് എല്ലാം ഭയങ്കര ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും, ഇപ്പോൾ പ്രോസ്തോ ആണെങ്കിൽ കൂടി എപ്പോഴും ജംഷിദ് സാറും ആര്യമ്മയുടെ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു, ഇപ്പോൾ ആണ് ബെസ്റ്റ് ടൈം, ഇപ്പോൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. കാരണം ഈ സമയത്ത് നമ്മളൊരു ബേസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. പിന്നീട് പൾസ് ഇപ്പോൾ HS ടൈമിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കി ടൈം HS കഴിഞ്ഞ പാടെ നമുക്ക് പൾസ് ഇരുന്ന് അങ്ങ് സോൾവ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടാവും. വെറുതെ ഇങ്ങനെ ക്ലാസ് ഒന്നും കേൾക്കാണ്ട് ഒരു ബേസും ഇല്ലാണ്ട് പോയിട്ട് പൾസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ബയോകെം, ഈ മെഡിക്കൽ സബ്ജക്റ്റ് ഒന്നും ഒരിക്കലും അങ്ങനെ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഏറ്റവും നല്ലത് പഠിക്കുന്ന ടൈമിൽ ഒരു ബേസ് ഉണ്ടാക്കി വെക്കുക, അതിന് ശേഷം പോയിട്ട് പൾസ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഭയങ്കര പോസ്റ്റിംഗ് ഒക്കെ കുറെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ആഫ്റ്റർ ഇന്റേൺഷിപ്പ് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ആകുമ്പോൾ കോൺവക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ്, റിവിഷൻസ് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? റിവിഷൻസ് എനിക്ക് ഓൾറെഡി നല്ലൊരു ബേസ് ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ കുറച്ചൊക്കെ നോട്ട് നോക്കും, നോട്ട് ആദ്യം നോക്കും, പിന്നെ പൾസ് തന്നെയാണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. പൾസിൽ തന്നെയാണ് മാക്സിമം ടൈമും അതിൻ്റെ മേലെ തന്നെയാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. ഈ MCQ ആണ് കോർണർ സ്റ്റോൺ എന്ന് നമുക്ക് എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമുക്കറിയാം.
ഇപ്പോൾ MCQ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ MCQ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റി പോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അതിനൊക്കെ എങ്ങനെയാണ് രഹന ഓവർകം MCQ ചെയ്തത്? ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം നോട്ട് ചെയ്ത് വെക്കും. പിന്നെ കൂടുതലും എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ഒറ്റ വാക്കിൽ എനിക്കത് പഠിക്കാൻ പറ്റില്ല. എനിക്കൊരു എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ മാത്രമേ എനിക്കത് തലയിൽ നിൽക്കുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ ആരോടെങ്കിലും ചോദിക്കും. നമുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ആ ക്വസ്റ്റ്യൻ ഇടും. അപ്പം അതിന് ബാക്കിയുള്ളവർ എക്സ്പ്ലനേഷൻ തരും. അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഇത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മെൻ്റൽ ഹെൽത്തിനെ കുറേ ബാധിക്കുന്ന പ്രിപ്പറേഷൻസ് ലാസ്റ്റ് ടൈമിലൊക്കെ മേ ബി ഉണ്ടായിട്ടുണ്ടാവും. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ എന്തായിരുന്നു ഒരു ചില്ലിങ് അല്ലെങ്കിൽ എന്താ ചെയ്യുക? എനിക്ക് അങ്ങനെ അത്ര പ്രഷർ എനിക്ക് തോന്നില്ല. കാരണം ഞാൻ വീട്ടിലായിരുന്നു എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ പോകും. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ ഒത്തിരി ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനിക്കും ഇത്ര ടോപ്പിക്ക് ഈ ടൈമിനുള്ളിൽ പഠിച്ച് തീർക്കണം എന്ന് തീരുമാനിക്കും. എന്നിട്ട് അത് തീർക്കുക, ആ ടൈമിനുള്ളിൽ തന്നെ തീർക്കുക. അത് തന്നെയായിരുന്നു ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അധികം സ്ട്രെസ് തോന്നില്ല. ആ ഒരു ടൈം എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചാൽ പുറത്തു പോകും. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഡ്രൈവിങ് നോക്കുമായിരുന്നു. എനിക്ക് കറക്റ്റ് ഞാൻ 18 വയസ്സിലെടുത്താണ് ലൈസൻസ്. പിന്നെ ഞാൻ കാർ തൊട്ടിട്ടില്ല, പിന്നെ നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഡ്രൈവിങ്ങിന്റെ നോക്കാൻ വേണ്ടി പോവായിരുന്നു. ചേട്ടനുള്ളോട് ചേട്ടൻ പഠിപ്പിച്ചായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്റെ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വരും വൈകുന്നേരങ്ങൾ. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോട് കൂടിയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് പറയുകയാണെങ്കിൽ ഏതായിരുന്നു? ഡിഫിക്കൽട്ട് എനിക്കിപ്പോ അങ്ങനെ ഒരെണ്ണം ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് എനിക്ക് ഏതൊക്കെയോ തോന്നിയിരുന്നു. പിന്നെ ലാസ്റ്റോട്ട് എല്ലാം എനിക്ക് ഏകദേശം ഒരുപോലെ തന്നെയാ തോന്നിയത്. ഡിഫിക്കൽട്ട് എന്നല്ല, എല്ലാം ഒരു മോഡറേറ്റ് ലെവൽ അങ്ങനെയാ തോന്നിയിട്ടുണ്ട്. ഈ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ്, ലേണിംഗ്, അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ? എനിക്ക് ഏറ്റവും എന്താ പറയാ നന്നായിട്ട് തോന്നിയത് സർജറിന്റെ ക്ലാസ് ആയിരുന്നു. ജനറൽ സർജറി ആണോ? ജനറൽ അല്ല, OMS. ജനറൽ സർജറി നല്ലതല്ല. എനിക്ക് OMS എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാഡം എടുക്കുന്ന രീതിയും ഭയങ്കര പേഷ്യൻസോടെ മാഡം ക്ലാസ് എടുത്തോണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാഡത്തിന്റെ ക്ലാസ്. ആ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാവുമായിരുന്നു. നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്ര കൺസെപ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. മിക്കവാറും നമ്മൾ ക്ലിനിക്കിൽ പോകുന്നു, പ്രൊസീജിയർ ചെയ്യുന്നു. തിയറി ആണെങ്കിലും നമ്മൾ അത്ര അങ്ങനെയല്ല, എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നല്ലാണ്ട് കാര്യമായിട്ട് അങ്ങനെ നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ മാം എടുത്തപ്പോൾ തൊട്ടാണ് ഇതിങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായത്. ഒരു റിസോഴ്സ് അതർ ദാൻ നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് അല്ലാണ്ട് ഒരു റിസോഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത റിസോഴ്സ് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ സമയത്ത്? ഞാൻ ടെക്സ്റ്റ് ബുക്കും പിന്നെ ബാട്ടിയൻ്റെ നോട്ട്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രീ ആപ്സ് ഒരുപാടുണ്ട്, പൾപ്പൊക്കെ. അപ്പൊ ഞാൻ അതിൽ ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ ദിവസവും അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അതിൽ ടെസ്റ്റ് ഉണ്ടാവും. എത്രയാ 60 ക്വസ്റ്റ്യൻസിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതെന്തായാലും ചെയ്തിട്ടേ കിടക്കുള്ളൂ. ഡെയിലി അത് ചെയ്യുകയും ചെയ്യും. അതിന്റെ ആൻസർ നോക്കുകയും ചെയ്യും, എക്സ്പ്ലനേഷൻ നോക്കുകയും ചെയ്യും. ബാട്ടിയുടെ ഫാക്കൽറ്റി ലിസ്റ്റിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഹിമാനിമാൻ. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ കൺസെപ്റ്റ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി തരും. ഇങ്ങനെ പിക്ചർ ബേസ്ഡ് ഒക്കെ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഈ ഫണ്ണി ഇൻസിഡന്റ് ഒക്കെ ഈ പ്രിപ്പറേഷൻ സമയത്ത് ആലോചിക്കാൻ പറ്റണേ? ഏതെങ്കിലുമൊക്കെ ന്യൂമോണിക്സ് ഒക്കെ നീ വേണമെന്നുണ്ടെങ്കിൽ നീ ആയിട്ട് ഉണ്ടാക്കി പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ. അങ്ങനെ ഞാൻ അങ്ങനെ ന്യൂമോണിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പല്ല. അപ്പൊ ഷെയർ ചെയ്യണമെന്നില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇമേജ് മൊത്തം പോകും, ഞാൻ പറയില്ല. ശരി, അങ്ങനെ ഉണ്ടാക്കി പഠിക്കുന്നത് നല്ലോണം തോന്നും. അത് നല്ലോണം തലേന്ന് തീർച്ചയായിട്ടും. പ്രിപ്പറേഷൻ ടൈമിൽ MCQs കുറെ ചെയ്യണം എന്ന് എല്ലാവരും പറയും. എത്ര MCQs ചെയ്തിട്ടുണ്ടായിരുന്നു? അതുപോലെ തന്നെ പൾസിനൊക്കെ എത്ര തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്? പൾസ് പറഞ്ഞാൽ ഞാൻ ഒരു 7 തവണ മിനിമം റിവൈസ് ചെയ്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് പൾസ്? കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ആദ്യത്തെ ഒരു 3 തവണയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തു. ഇങ്ങനെ ഫസ്റ്റ് തവണ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇത് വായിച്ചായിട്ട് പോലും ഓർമ്മ ഉണ്ടാവില്ല. ഒരു സെക്കൻഡിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. 3rd ടൈം തൊട്ട് മൈൻഡിൽ നിൽക്കും. എനിക്കങ്ങനെയായിരുന്നു. എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യണം. എനിക്കിങ്ങനെ പെട്ടെന്നൊന്നും തലയിൽ കയറുന്ന ആളല്ല ഞാൻ. കുറേ വർക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ തലയിൽ എന്തെങ്കിലും കയറും. അപ്പോൾ ഒരു 3ാമത്തെ തവണ തൊട്ട് എൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നത്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇത് വായിച്ചിട്ടുണ്ട്, ആ ഒരു ഇത്. പിന്നെ നെക്സ്റ്റ് ടൈം തൊട്ട് ഞാനിങ്ങനെ കിട്ടാത്ത ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ അടുത്ത തവണ റിവൈസ് ചെയ്യുമ്പോൾ ആ കിട്ടാത്ത ആൻസേഴ്സ് മാത്രം വീണ്ടും പഠിക്കും. അങ്ങനെയാണ്. ലാസ്റ്റ് ടൈമിലൊക്കെ MCQ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എത്ര MCQ ചെയ്യുന്നുണ്ടോ? കൗണ്ട്
കൗണ്ട് എനിക്കിങ്ങനെ ഒരു ടോപ്പിക്ക് തീർക്കുന്നതിലായിരുന്നു ഞാനിങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ എണ്ണിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എണ്ണാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല, ഞാനിങ്ങനെ ഒരു ദിവസം ഒരു സബ്ജക്ട് ആ ഒരു ലെവലിൽ 700-800 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി ഈ സമയത്ത് മീറ്റിംഗിന്റെ സമയത്തൊക്കെ ഡോക്ടർ നിയാസും ഡോക്ടർ ഐശ്വര്യ ഒക്കെ മേ ബി 700 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് പറയുമ്പോൾ സമയത്ത് തള്ളായിട്ടൊക്കെ തോന്നിയിരുന്നു. ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ. ഞാൻ ആദ്യം തൊട്ടേ ഒരു 400 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ആയപ്പോ കുറച്ചുകൂടെ കൂടും. പിന്നെ എക്സാമിന്റെ ടൈമിൽ കുറച്ച് ടെൻഷൻ വരുമായിരുന്നു. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോട്ട്സ് ഒക്കെ വായിച്ചിട്ട് അങ്ങനെയായിരുന്നു. എന്തെങ്കിലും എനിക്ക് പറയണം. നിങ്ങൾ ഇങ്ങനെ ടൈം ഷെഡ്യൂൾ ഇടില്ലായിരുന്നോ? അതായത് എക്സാം ഇടില്ലായിരുന്നോ? 3 ദിവസം കൊണ്ട് ഒരു ടോപ്പിക് തീർത്തിട്ട് പിന്നെ എക്സാം വെക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് അത്രയും തീർക്കാൻ പറ്റും. അത് ഭയങ്കര ഉപകാരപ്രദമായിരുന്നു. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ആ സബ്ജക്റ്റ് തീർക്കാൻ പറ്റും. അതെന്തായാലും തീർക്കും. ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുമായിരുന്നു മനസ്സിൽ, ഇത് എങ്ങനെ തീർക്കണം. ഇനി അഥവാ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ടൈമും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തീർക്കാൻ പറ്റാത്ത ഇതിനകത്ത് തീർക്കും.